ഹായ് ഡാ മക്കളെ, ശ്രീലക്ഷ്മി മാം ആണ്. ഇന്നത്തെ കോണ്ടന്റ് വീഡിയോയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. കാരണം നമ്മുടെ മുന്നിലുള്ളത് ചാന്ദ്ര ദിനമാണ്. ആ മൂൺ ഡേക്ക് നിങ്ങൾക്കറിയാം സ്കൂളിൽ ഒരുപാട് തരത്തിലുള്ള വിവിധ തരത്തിലുള്ള ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാറുണ്ട് അല്ലെ. നല്ല രസകരമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ടാവാറുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആക്ടിവിറ്റി ഏതാണ്? ക്വിസ് കോമ്പറ്റീഷൻ ആണ്. അത് ചെറിയ ക്ലാസ് മുതൽക്ക് വലിയ ക്ലാസ് വരെ എന്ത് ചെയ്യാറുണ്ട്? ക്വിസ് കോമ്പറ്റീഷൻസ് കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പൊ നിങ്ങൾ കുറെ പേർക്ക് ഈ സ്പേസും ഈ മൂണിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കാനും അറിയാനും അതുപോലെ തന്നെ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടാവും. എന്നാൽ ക്വിസ് എന്ന് കേൾക്കുമ്പോൾ കുറച്ച് ടെൻഷൻ ആയിരിക്കും അല്ലെ. നിങ്ങൾ കുറച്ച് എന്ത് ചെയ്യും? പുറകോട്ട് വലിയും. കാരണം പല തരത്തിലുള്ള ഏരിയാസ് ഉണ്ട്, പല തരത്തിലുള്ള ടോപ്പിക്സ് ഉണ്ട്, പല രീതിയിൽ ചോദ്യം ചോദിക്കാം. എന്നെ കൊണ്ടൊന്നും പഠിച്ചാൽ അല്ലെങ്കിൽ കൂട്ടിയാൽ കൂട്ടില്ല എന്ന് വിചാരിക്കുന്ന മക്കളെടുത്താണ് ഞാൻ പറയുന്നത്. ഈ ഒരു വീഡിയോ അവിടെ ഇരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടിയിട്ടാണ്. കാരണം ഈ ചാന്ദ്ര ദിനം നിങ്ങളുടെ ദിവസമായിരിക്കണം. നിങ്ങൾക്കും എന്ത് ചെയ്യണം? നല്ല ഫുൾ കോൺഫിഡൻസോടുകൂടി ക്വിസ് പ്രോഗ്രാമിന് പങ്കെടുക്കാൻ സാധിക്കണം എന്നുള്ളത് കൊണ്ടാണ്. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ചാന്ദ്ര ദിനത്തിനോട് ബന്ധപ്പെട്ട ക്വിസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ തുടക്കം മുതൽ അവസാനം വരെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എന്ത് ചെയ്യുക? കേട്ട് പഠിച്ച് മനസ്സിലാക്കുക. കുറെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും, ചിലത് അറിയാത്തതുണ്ടാവും. അത് എന്ത് ചെയ്യുക? നിങ്ങൾ നോട്ട് ചെയ്ത് മനസ്സിലാക്കുക. നിങ്ങൾക്ക് വരാൻ പോകുന്ന ക്വിസ് പ്രോഗ്രാമിൽ എന്ത് ചെയ്യും? ഇതേപോലത്തെ ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇതേ ചോദ്യങ്ങൾ തന്നെയായിരിക്കും കാണാൻ സാധിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫുൾ കോൺഫിഡൻസോട് കൂടി എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്വിസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ട്രൈ ചെയ്യുക. കിട്ടിയ ചാൻസ് നിങ്ങൾ വെറുതെ കളയരുത്. ട്രൈ ചെയ്യുന്നതിൽ നമുക്ക് വലിയ നഷ്ടങ്ങളോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല, ബുദ്ധിമുട്ടൊന്നുമില്ല അല്ലെ. അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക. കാരണം ചിലപ്പോൾ നിങ്ങൾ വിന്നർ ആയാലോ. ആ ഒരു കാര്യം മനസ്സിൽ വെച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക? നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം എല്ലാവരും എന്ത് ചെയ്യട്ടെ? ഒന്നിച്ച് കളിച്ച് പഠിച്ച് മുന്നേറട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വേഗം 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 നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യാട്ടോ. ആദ്യത്തെ ചോദ്യം എന്താണ്? ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഇന്ത്യൻ ബഹിരാകാശത്തിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരേണ്ട പേരാണ് ആരുടെയാണ്? വിക്രം സാരാഭായിന്റെ ആണ് അല്ലെ. കാരണം എന്താണ്? വിക്രം സാരാഭായി ആണ് ഇന്ത്യൻ ബഹിരാകാശത്തിന്റെ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? മിക്ക ആളുകൾക്കും അറിയുമെങ്കിലും തെറ്റിപ്പോകുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? തുമ്പയിലാണ് കേട്ടോ. എവിടെയാണ്? തുമ്പ. നോട്ട് ചെയ്ത് വെക്കുക, തുമ്പ. ഇനി അടുത്ത ചോദ്യം എന്താണ്? ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? യെസ്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ഇന്ത്യസ് ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആര്യഭട്ടയാണ്. ആര്യഭട്ട. ഇനി അടുത്ത ചോദ്യം, ആര്യഭട്ട ഏത് വർഷമാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? 1975 ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോരോ ചോദ്യവും അതിന്റെ ഉത്തരവുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എന്ത് ചെയ്യാം? ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കി ഡിസ്കസ് ചെയ്ത് തീർക്കാനുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം, ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? യെസ്, ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ഇന്ത്യയുടെ എന്നല്ല ചോദിച്ചിരിക്കുന്നത്. എന്താണ്? മൊത്തമായിട്ടും ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണ്? സ്പുട്നിക് ആണ് കേട്ടോ. അവിടെ പിക്ചർ നിങ്ങൾക്ക് കാണാം അല്ലെ. ഏതാണ്? സ്പുട്നിക് 1 ആണ്. ഏത് വർഷമാണ്? 1957 ആണ്. ഏതാണ്? 1957 ആണ്. സോ നമ്മൾ ആലോചിക്കുക, സ്പുട്നിക് 1 ആണ് ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഏതാണ്? ആര്യഭട്ടയാണ്. ഇനി അടുത്ത ചോദ്യം, ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ജീവി ഏതാണ്? യെസ്, മനുഷ്യന്മാർ പോകുന്നതിന് മുന്നേ ആര് പോയിട്ടുണ്ട്? യെസ്, ലൈക്ക എന്ന് പറയുന്ന ഒരു നായ്ക്കുട്ടി പോയിട്ടുണ്ട് അല്ലെ. ലൈക്ക ആണ് പേര് വരുന്നത്. അവർ എപ്പോഴാണ് പോയത്? 1957 ആണ്. ആ വർഷം കൂടി ഓർത്ത് വെക്കുക, 1957 ആണ്. ഇനി അടുത്ത ചോദ്യം, ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി. ആദ്യമായിട്ട് ബഹിരാകാശത്ത് പോയ സഞ്ചാരി ആരാണ്? യൂറി ഗഗറിൻ ആണ് അല്ലെ. ആരാണ്? യൂറി ഗഗറിൻ ആണ്. ഏത് വർഷമാണ്? 1961, 1961 പോയത്. ഏത് വാഹനത്തിലാണ് അല്ലെങ്കിൽ ഏത് സ്പേസ് ക്രാഫ്റ്റിലാണ് പോയിരിക്കുന്നത്? വോസ്റ്റോക്ക് 1. ചിലപ്പോൾ അങ്ങനെയും ചോദിക്കാം, ഏത് സ്പേസ് ക്രാഫ്റ്റിലാണ് യൂറി ഗഗറിൻ സ്പേസിൽ പോയതെന്ന് ചോദിക്കാം. വോസ്റ്റോക്ക് 1 ആണ്. 1961 ആണ് വർഷം വരുന്നത്. ഇനി അടുത്ത ചോദ്യം എന്താണ്? ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. യെസ്, നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലെ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രൗഡ് മൊമെന്റ് ആണ്. അപ്പൊ ഇന്ത്യയും സ്പേസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങളും എല്ലാ ഏരിയയിലും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കൃത്യമായിട്ടൊരു അറിവ് നേടിയിട്ട് വേണം നമ്മൾ ക്വിസ് കോമ്പറ്റീഷന് പോവാൻ. സോ ഇതാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ. ആരാണ്? രാകേഷ് ശർമ്മയാണ് അല്ലെ. ആരാണ്?
രാകേഷ് ശർമ്മയാണ്. ഇനി അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി, ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി ആരാണ്? യെസ്, നിങ്ങൾക്ക് കാണാം വാലന്റീന ഇതാണ് തെർഷ്കോവ. യെസ്, അവരുടെ പിക്ചർ ഇവിടെ കാണുന്നുണ്ട് അല്ലെ. ഇവരുടെ രണ്ട് പിക്ചറും ഒരേ ആളെന്ന് തന്നെയാണ്. ഇതെന്താണ്, പഴയ പിക്ചറാണ്, ഇത് പുതിയ പിക്ചർ 2017 എടുത്ത ന്യൂ പിക്ചർ ആണെന്ന് മാത്രമേ ഉള്ളൂ. രണ്ടും ഒരാൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലോകത്തിലെ ആദ്യത്തെ വനിത, കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ നിന്നല്ല, എന്താണ് പറഞ്ഞിരിക്കുന്നത്, ലോകത്തിലെ ആദ്യത്തെ വനിതാ ബഹിരാകാശ സഞ്ചാരി എന്ന് പറയുന്നത് യെസ് ആരാണ്? വാലന്റീനയാണ്. ഇനി അടുത്ത ചോദ്യം എന്താണ്, ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്, നമ്മൾ ചന്ദ്രനെ കുറിച്ച് പഠിക്കുന്നതിനെ ആ ഒരു ബ്രാഞ്ചിനെ നമ്മൾ പ്രത്യേക പേരിൽ അറിയപ്പെടുന്നുണ്ട്. എന്താണ് വിളിക്കുന്നത്? യെസ്, സെലിനോഗ്രാഫി എന്നാണ് വിളിക്കുന്നത്, സെലിനോഗ്രാഫി. ഇനി അടുത്ത ചോദ്യമാണ്. അടുത്ത ചോദ്യത്തിൽ എന്താണ് ചോദിച്ചിരിക്കുന്നത്, ചന്ദ്രനിലെ ഗർത്തങ്ങളെ ആദ്യമായി നിരീക്ഷിച്ചത് ആരാണ്? നമ്മുടെ ചന്ദ്രൻ എന്ന് പറയുന്നത്, മൂൺ എന്ന് പറയുന്നത് പ്ലെയിൻ സർഫസ് ആണോ? ഭയങ്കര പ്ലെയിൻ ആയിട്ടുള്ള റൗണ്ട് ഷേപ്പിലുള്ള ആളാണോ? അല്ല അല്ലെ. നമ്മുടെ ചന്ദ്രന്റെ പ്രത്യേകത എന്താണ്? ആ ചന്ദ്രന്റെ മുകളിൽ ഒരുപാട് ഗർത്തങ്ങളുണ്ട്, കുറെ കുഴിവുണ്ട്, പിറ്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, ചെറിയ 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 ഹമ്പുകൾ പോലെ, മലകൾ പോലെ ഉണ്ട്. യെസ്, ഏറ്റക്കുറച്ചിലൊക്കെ ഉള്ള ആളുകളാണ് എന്താ, നമ്മുടെ മൂണിന്റെ യെസ് സർഫസ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ചത് ആരാണ്? നമ്മുടെ യെസ് ഗലീലോ ഗലീലി ആണല്ലേ. അദ്ദേഹമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചിരിക്കുന്നത്. ആ ടെലിസ്കോപ്പിന്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം എന്ത് പറഞ്ഞിരിക്കുന്നത്? ചന്ദ്രൻ എന്ന് പറയുന്നത് എന്തല്ല, പ്ലെയിൻ സർഫസ് അല്ല എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മുടെ പലതരത്തിലുള്ള ക്വിസ് പ്രോഗ്രാംസിലും PSC പരീക്ഷകളിലും ഒക്കെ ചോദിക്കാറുണ്ട്. ഇനി അടുത്ത ചോദ്യമാണ്, മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാല് കുത്തിയത്, മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായിട്ട് കാല് കുത്തിയത് എപ്പോഴാണ്? യെസ്, 1969 ജൂലൈ 21 അല്ലെ. ജൂലൈ 21 അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ജൂലൈ 21 നമ്മുടെ മൂൺ ഡേ അഥവാ ചാന്ദ്ര ദിനമായിട്ട് നാം ആഘോഷിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, ജൂലൈ 21 എന്ത്, ചാന്ദ്ര ദിനം എന്ന് പറയുന്നത്. 1969 ആദ്യമായിട്ട് ചന്ദ്രനിൽ എന്ത് ചെയ്യുന്നത്, മനുഷ്യൻ കാലുകുത്തുന്നത്. ആരൊക്കെയാണ് ആ യാത്രയിൽ പോയതെന്ന് അറിയൂ? 3 പേരായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് അല്ലെ. ആരൊക്കെയാണ്? നീൽ ആംസ്ട്രോങ് ഉണ്ടായിരുന്നു, മൈക്കിൾ കൊളിൻസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എഡ്വിൻ ബസ് ഉണ്ടായിരുന്നു. 3 പേരാണ്. എന്നാൽ ആ ഒരു പേടകത്തിൽ നിന്ന് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാലുകുത്തിയതാരാണ്? അങ്ങനെയും ചോദിക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മുടെ മുകളിൽ കാലുകുത്തിയതാരാണ്? നമ്മുടെ നീൽ ആംസ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ചോദ്യം എങ്ങനെ ചോദിക്കാറ്, ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ വ്യക്തി ആരാണെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയുന്നു? നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്നു. മാത്രമല്ല ആ പേടകം കൺട്രോൾ ചെയ്തിരുന്നത് ആരാണ്? നമ്മുടെ മൈക്കിൾ കൊളിൻസ് ആണ് കേട്ടോ. ആരാണ്? മൈക്കിൾ കൊളിൻസ് ആണ്. അതേപോലെ നമ്മുടെ ചന്ദ്രനിൽ രണ്ടാമത് കാലുകുത്തിയത് നമ്മളുടെ നീൽ ആംസ്ട്രോങ് കാലുകുത്തിയതിനു ശേഷം രണ്ടാമത് കാലുകുത്തിയത് ആരാണ്? എഡ്വിൻ ബസ് ആണ്. അപ്പൊ 3 പേരുടെ ആ പ്രത്യേകതകളും നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ വർഷവും ഈ ഡേറ്റും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ചോദ്യം, ആദ്യ ചാന്ദ്രയാത്രികൾ ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയ പേരെന്താണ്? അവർ ഇറങ്ങിയ ആ സ്ഥലത്തിന് അവർ പേര് നൽകിയിട്ടുണ്ട് അല്ലെ. എന്താണ്? യെസ്, പ്രശാന്തിയുടെ സമുദ്രം അഥവാ സീ ഓഫ് ട്രാങ്ക്വിലിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. ഇതും വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം, രണ്ടാമത്തെ ബഹിരാകാശ യാത്രക്കിടയിൽ കൊളംബിയ സ്പേസ് ഷട്ടിലിൽ അപകടത്തിൽ മരണമടഞ്ഞ വനിത ആരാണ്? നമുക്ക് എല്ലാവർക്കും അല്ലെ, നമുക്ക് ഏവർക്കും ഏറ്റവും കൂടുതൽ നഷ്ടമായ ഒരു വനിതയാണ്, അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വന്നൊരു അനുഭവമാണ്. ഏതാണ്? കൽപ്പന ചൗള നമുക്ക് നഷ്ടപ്പെട്ടത് അല്ലെ. കൽപ്പന ചൗളയാണ് എന്ത് ചെയ്തത്? രണ്ടാമത്തെ ബഹിരാകാശ യാത്രക്കിടയിൽ മരണമടഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത ഏതാണ്? യെസ്, ഈ വനിതക്ക് 2 പ്രത്യേകതകളുണ്ട്. 2 വേൾഡ് റെക്കോർഡുകളാണ് ലഭിച്ചിരിക്കുന്നത്. ആരാണ്? സുനിത വില്യംസ് ആണ് അല്ലെ. സുനിത വില്യംസിന്റെ വേൾഡ് റെക്കോർഡുകൾ എന്തൊക്കെയാണ്? സ്പേസിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവിടുകയും അതുപോലെ തന്നെ സ്പേസിൽ ഏറ്റവും കൂടുതൽ നേരം നടക്കുകയും ചെയ്ത വനിത ആരാണ്? സുനിത വില്യംസ് ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക്, വാർത്താവിനിമയ രംഗത്ത് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങൾ ഏതൊക്കെയാണ്? യെസ്, ഇൻസാറ്റ് ആണ് അല്ലെ. വാർത്താവിനിമയം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാറ്റലൈറ്റ് അഥവാ ഉപഗ്രഹം ഏതാണ്? ഇൻസാറ്റ് ആണ്. ടെലിവിഷൻ, മൊബൈൽ ഫോൺ, ഇന്റർനെറ്റ് ഒക്കെ ഈ പറഞ്ഞ ഇൻസാറ്റിന്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി അതേപോലെ അടുത്തൊരു ചോദ്യമാണ്,
ഭൂവിഭവ പഠനം, അതുപോലെ തന്നെ കാലാവസ്ഥ പഠനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഇന്ത്യ ഉപയോഗിക്കുന്ന ഉപഗ്രഹങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? IRS ഉപഗ്രഹങ്ങൾ എന്ന് വിളിക്കുന്നത്. IRS ഉപഗ്രഹങ്ങളുടെ സഹായത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം? ലാൻഡ് റിസോഴ്സസ്, ക്ലൈമറ്റോളജി, അതുപോലെ തന്നെ ഫിഷിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒക്കെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ധാരണ നമുക്ക് ലഭിക്കുന്നു. ഇനി അടുത്ത ചോദ്യം, വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? നമ്മുടെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പറഞ്ഞയച്ച അല്ലെങ്കിൽ എഡ്യൂക്കേഷന് വേണ്ടി സഹായിക്കുന്ന സാറ്റലൈറ്റ് ഏതാണ്? എഡ്യൂസാറ്റ് ആണ് അല്ലെ. നമുക്കൊക്കെ അറിയാം, കൊറോണ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടൊരു ചാനലാണ് വിക്ടേഴ്സ് ചാനൽ. ഈ വിക്ടേഴ്സ് ചാനലൊക്കെ ആരുടെ സഹായത്തോടു കൂടിയാണ് വർക്ക് ചെയ്യുന്നത്? എഡ്യൂസാറ്റിന്റെ സഹായത്തോടു കൂടിയാണ്. ഇനി അടുത്തത്, ചന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്നാണ്? യെസ്, നമുക്ക് ചന്ദ്രയാൻ 1 ഉണ്ട്, ചന്ദ്രയാൻ 2 ഉണ്ട്, ചന്ദ്രയാൻ 3 റീസെന്റ് ലോഞ്ച് ചെയ്തു അല്ലെ. ഈ മൂന്നും എന്താണ്? നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടങ്ങൾ തന്നെയാണ്. ചന്ദ്രയാൻ 1ന്റെ കേസ് പറയുകയാണെങ്കിൽ ഏത് വർഷം ഏത് ദിവസം എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. എപ്പോഴാണ്? ഒക്ടോബർ 22, 2008 2008 ഒക്ടോബർ 22 ആണ് ചന്ദ്രയാൻ 1 എന്ത് ചെയ്തിരിക്കുന്നത്? ലോഞ്ച് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ചന്ദ്രയാൻ 1ന്റെ ആ ഒരു ലോഞ്ചിങ് എന്താണ്? യെസ്, വിജയകരമായിരുന്നു അല്ലെ. നമ്മുടെ മൂണില് എന്തുണ്ട്? വെള്ളത്തിന്റെ അംശമുണ്ടെന്ന് പറഞ്ഞത് ചന്ദ്രയാൻ 1 ആണ്. അതേപോലെ ചന്ദ്രയാൻ 2ന്റെ കേസ് ഇച്ചിരി വ്യത്യാസമാണ്. കാരണം ചന്ദ്രയാൻ 2 ലാൻഡ് ചെയ്ത സമയത്ത് ആ ലാൻഡിങ് കറക്റ്റ് ആയിട്ട് വന്നില്ല അല്ലെ. അങ്ങനെയാണ് ചന്ദ്രയാൻ 2ന് എന്ത് പറ്റിയത്? യെസ്, ആ ഒരു ലോഞ്ചിങ് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അതങ്ങോട്ട് വിജയകരമാവാഞ്ഞത്. എന്നാലും നമുക്ക് എന്തറിയണം? ചന്ദ്രയാൻ 2 ഏത് മാസം, ഏത് വർഷം, ഏത് ദിവസമാണ് നമ്മൾ ലോഞ്ച് ചെയ്തതെന്ന് അറിയണം. എപ്പോഴാണ്? ജൂലൈ 22, 2019 2019 ജൂലൈ 22. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് ചന്ദ്രയാൻ 3ലേക്കാണ്. ചന്ദ്രയാൻ 3 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നമ്മൾ എല്ലാവരും ടിവികളാവട്ടെ, മീഡിയാസ് ആവട്ടെ, ഏതൊരു കമ്മ്യൂണിക്കേറ്റിംഗ് നമ്മൾ എടുക്കുകയാണെങ്കിലും ഇന്റർനെറ്റും നമ്മുടെ മൊബൈലും ഒക്കെ എടുക്കുകയാണെങ്കിലും ആ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് പറയുന്നത് ചന്ദ്രയാൻ 3ന്റെ ലോഞ്ചിങ് ആയിരുന്നു അല്ലെ. എന്നാണ്? ജൂലൈ 14 ഈ വർഷമാണ് 2023 ജൂലൈ 14. അപ്പൊ ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3 നമ്മൾ എന്ത് ചെയ്തു? കണ്ടു കഴിഞ്ഞു. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ചോദ്യങ്ങൾ കൂടിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചോദ്യമാണ്. പി വീരമുത്തുവേലാണ് അല്ലെ പ്രൊജക്ട് ഡയറക്ടർ. ശ്രദ്ധിക്കണേ, ചന്ദ്രയാൻ 3ന്റെ പ്രൊജക്ട് ഡയറക്ടർ എന്ന് പറയുന്നത് പി വീരമുത്തുവേലാണ്. അതേപോലെ അറിഞ്ഞിരിക്കേണ്ട ഒരു ചോദ്യമാണ്, നിലവിലെ 2023 നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ISRO ചെയർമാൻ ആരാണ്? സോമനാഥ് ആണ്. ഇതൊന്നും അറിയാതെ നമ്മൾ എന്ത് ചെയ്യരുത്? ക്വിസിന് നമ്മൾ പോകരുത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു? ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇതുപോലത്തെ ചോദ്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? യെസ്, ഇതേപോലത്തെ ഇനിയും ക്വസ്റ്റ്യൻസ് നമുക്ക് അവൈലബിൾ ആണല്ലേ. നമ്മുടെ ചാനലിലൊക്കെ നിങ്ങൾ നോക്കുക. നമുക്ക് എന്ത് ചെയ്യാം? ആ കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യുക? ക്വിസ് നിങ്ങൾ ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇത് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. കമന്റ് ചെയ്യുക. നിങ്ങൾ ക്വിസിന് പോവോ ഇല്ലയോ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു കോൺഫിഡൻറ്റ് വന്നോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. സോ ഇനിയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. ബൈ.